ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ജേണി ഓഫ് സുനിതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണമാണിന്ന്. അതിനുശേഷം നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചെറിയ യാത്രകൾ. അപ്പോൾ അതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് ആദ്യം കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയിട്ട് വരാം. ഗൈസ്, അപ്പം നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആണ്, അതുകൊണ്ട് ഫൈനൽ ഔട്ട്ലുക്ക് ഒന്നും കാണിക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം നടന്നെങ്കിൽ മാത്രമേ ബസ് സ്റ്റോപ്പിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ ചെറിയ പാലം ഉള്ളത്. നല്ല മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനടിക്കൂടെ നന്നായിട്ട് വെള്ളം ഒഴുകും. ഇവിടെ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലം പോലെയൊക്കെയാണ്. നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് ചെല്ലുമ്പോൾ റോഡാണ്. ആ റോഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഈ ഭാഗത്തൊക്കെ നമുക്ക് പട്ടി, പന്നി അതിനെയൊക്കെ പേടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എല്ലാം റബ്ബർ തോട്ടമാണ്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് ടൗണിലേക്കുള്ള ബസ് കിട്ടുന്ന കാര്യം സംശയമാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സ്റ്റോപ്പിൽ വന്നപ്പോൾ ബസ്സില്ലായിരുന്നു. ഭാഗ്യത്തിന് നമുക്കൊരു ഓട്ടോ കിട്ടി. ഇവിടുന്ന് കുറേ ദൂരം പോകണം ടൗണിലേക്ക് എത്തണമെങ്കിൽ. അങ്ങനെ ഫൈനലി നമ്മൾ പെൺകുട്ടിയുടെ വീട്ടിൽ, അതായത് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി മിനി ബസ് ഉണ്ട്. ഇവിടുന്നാണ് ഇനി നമ്മൾ കല്യാണ സ്ഥലത്തേക്ക് പോകുന്നത്. രാവിലെ 1 മണിക്കൂർ സമയമെടുത്ത് മേക്കപ്പ് ഇട്ട ഞാനാണ് ഒരു 10 മിനിറ്റ് വെയിൽ കൊണ്ടപ്പോഴത്തേക്കും മേക്കപ്പൊക്കെ ഉരുകി എൻ്റെ വഴിക്ക് പോയി. ഈ സമയം എൻ്റെ കൂടെ ബസ്സിൽ പരിചയക്കാരും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ വീഡിയോ എടുക്കുന്നതും ചെറിയ ചമ്മലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. ഒരു അമ്പലത്തിൻ്റെ ഹാളാണിത്. നമ്മൾ അവിടേക്ക് എത്തി. കുറച്ച് പേരൊക്കെ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട്. ബാക്കി കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടുള്ള കല്ലടയാറിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. മാലയിടിയിലിന് ഇനി ഒരുപാട് സമയമുണ്ട്. ചെക്കൻ കൂട്ടരൊന്നും എത്തിയില്ല. അപ്പം നമുക്കെന്നാൽ അവിടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ ഇതുവരെ ഒരു നദിയിലും ഇറങ്ങിയിട്ടില്ല. ദൂരെ നിന്ന് ഈ കല്ലടയാറ് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്തോ ഒരു പേടിയുണ്ട് മനസ്സിൽ. നമ്മളിവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട്. എന്നാലും നമ്മളുടെ സ്വന്തം ജില്ലയിൽ നമ്മുടെ തൊട്ടടുത്തൂടെ ഒഴുകുന്ന കല്ലടയാറിൻ്റെ അടുത്ത് വരെ വന്നിട്ട് ആറ്റിൽ ഇറങ്ങിയില്ലെങ്കിലും ആറിൻ്റെ തൊട്ടടുത്ത് വരെ ഒന്ന് ചെന്നില്ലെങ്കിൽ അതൊരു മോശമല്ലേ? നമ്മൾ ഈ ദൂരെ നിന്ന് നോക്കി കാണുന്ന പോലെ അല്ല കേട്ടോ. നമ്മൾ ആ ആറിൻ്റെ അടുത്ത് എത്തണമെന്നൊരു കുത്തനെയുള്ള കുറേയേറെ പടിക്കെട്ടുകൾ ഇറങ്ങി ചെല്ലണം. അപ്പം അത് ഭയങ്കര റിസ്ക്കാണ്. നല്ല വെയിലാണ്. എൻ്റെ കൂടെയുള്ള ചേച്ചിക്ക് അങ്ങനെ പടിക്കെട്ട് ഇറങ്ങാൻ വയ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒരു റോഡ് കണ്ടെന്നാൽ പിന്നെ നമുക്ക് അതുവഴി പോകാമെന്ന് കരുതി. പടിക്കെട്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു റോഡ് ആറ്റിലേക്ക് പോകുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങളെന്നാൽ പിന്നെ അമ്പലം ചുറ്റി ഇപ്പുറത്തൂടെ വന്ന് ഒരു റോഡ് കണ്ടു. അപ്പം എന്നാൽ ആ റോഡ് ആറ്റിലേക്കുള്ളതായിരിക്കും എന്ന് കരുതി ഞങ്ങൾ പോയതാണ്. പക്ഷേ ഗൈസ്, ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. അതൊരു വീട്ടിലേക്കുള്ള വഴിയായിരുന്നു. എന്തായാലും വീട്ടുകാർ ഞങ്ങളുടെ അടുത്ത് അത് ആറ്റിലേക്കുള്ള വഴിയല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സന്തോഷത്തോടെ തിരിച്ചയച്ചു. എന്നാൽ പിന്നെ പടിക്കെട്ട് ഇറങ്ങി തന്നെ നമുക്ക് ആറ്റിൽ പോകാം എന്നുള്ള തീരുമാനത്തിലായി ഞങ്ങൾ. ഈ കട്ട വെയിലത്തൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇവർക്ക് വല്ല വട്ടുവല്ലോ ആണോ എന്നുള്ള ഭാവത്തിൽ ആൾക്കാരൊക്കെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒപ്പമുള്ള ചേച്ചിക്ക് പടിക്കെട്ടിറങ്ങാൻ വയ്യ. അതുകൊണ്ട് നീ പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് ചേച്ചി അവിടെ നിന്നു. അങ്ങനെ ഞാൻ പടിക്കെട്ട് ഓരോന്നായിട്ട് ഇറങ്ങിയതേ ആറിൻ്റെ തീരത്തെത്തി ഗൈസ്. അങ്ങനെ നമ്മൾ കല്ലടയാറിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ആറ്റിലേക്ക് ഇറങ്ങാനൊന്നും ഞാൻ പോയില്ല. അവിടെ പടവുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു പേടി. അറിയാൻ പറ്റില്ല, ചിലപ്പോൾ വഴുക്കലുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് വീണു പോവില്ലേ. വീഡിയോ ഒരു വഴിക്ക് അവിടെ ഇരിക്കും. നമ്മളുടെ സേഫ്റ്റിയാണ് നമുക്ക് മുഖ്യം. നമ്മൾ തിരിച്ചു ചെല്ലുന്നത് കാത്ത് വീട്ടിൽ ഒരാൾ അവിടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്, നമ്മളുടെ മാതാശ്രീ. അതോർത്തപ്പോൾ കൂടുതൽ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും തോന്നുന്നതും ഇല്ല. ഈ ആറ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി കുന്നത്തു പാലത്തിൻ്റെ അടിക്കൂടെയൊക്കെയാണ് ഒഴുകി പോകുന്നത്. ഇടയ്ക്ക് അങ്ങിങ്ങ് കുറച്ച് പാറകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറം നല്ല ആഴമുണ്ട്. കാരണം വെള്ളം നല്ല പച്ച കളറിലാണ് കാണപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് പച്ച നിറത്തിലുള്ള വെള്ളമാണെങ്കിൽ ആ ഭാഗത്ത് ആഴം കൂടുതലാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ആറ്റിലേക്ക് ഇറങ്ങാനുള്ള പടവുകളാണ്. എന്നാലും ഈ ആറ്റിൽ ഈ പാറക്കെട്ടുകളൊക്കെ എങ്ങനെ വന്നതായിരിക്കും അല്ലേ? കുന്നത്തൂർ പാലത്തിൽ കൂടെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴും അവിടെ ഇങ്ങനെ പാറക്കെട്ടുകൾ ആറ്റിൽ കാണാം. ഈ കരയ്ക്കും കുറേ പാറകൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ചിലപ്പോൾ പണ്ടെങ്ങോ ഉരുൾപൊട്ടലുണ്ടായി കിഴക്കമ്മലയിൽ നിന്ന് ഒഴുകി വന്നതായിരിക്കുമല്ലേ? എനിക്കറിയില്ല, ഞാനൊരു ഊഹം അങ്ങ് പറഞ്ഞതാണ്. ആറ്റിൽ കിടക്കുന്ന പാറയുടെ മണ്ടയ്ക്കും പ്ലാസ്റ്റിക് വന്ന് അടിഞ്ഞു കിടപ്പുണ്ട്. എന്താല്ലേ? നല്ല വെയിലായിരുന്നത് കാരണം നമ്മൾ ആറിൻ്റെ തീരത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുന്നു. പടിക്കെട്ട് കയറി മുകളിൽ വന്നപ്പോൾ കണ്ടൊരു മരമാണിത്. ഒരു കൂറ്റൻ വൃക്ഷമാണ്. എന്ത് മരമാണെന്ന് എനിക്കറിയില്ല. ആൽമരം അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ ആറ്റിലേക്ക് നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. നല്ല തണുത്ത കാറ്റും ഉണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നല്ല രസമായിരിക്കും അല്ലേ?
അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു, ആറ്റിലൊക്കെ പോയി. എന്നിട്ട് കുറച്ച് സമയം മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോയി ഇരുന്നിട്ട് വീണ്ടും നമ്മൾ കല്യാണം നടക്കുന്ന മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ്. മുഹൂർത്തം ആയിട്ടില്ല. ഇവിടെ എല്ലാം ഒരുക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് കമ്പനി കിട്ടിയ ചേച്ചിയാണിത്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ മുതൽ ചേച്ചിയും ഫോൺ എടുത്തിട്ട് ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ അമ്പലത്തിൽ കല്യാണം കൂടാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്ക് ചേച്ചി ഒന്ന് ഹായ് പറയുന്നുണ്ട്, ചേച്ചിയും കൂടെ വീഡിയോയിൽ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞു എന്നോട്. കേസ് അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. കുറച്ച് പേരൊക്കെ ആദ്യമേ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് ആറിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അങ്ങനെ സദ്യാലയത്തിന് മുമ്പിലെ വലിയൊരു തിക്കിത്തിരക്കിന് ശേഷം നമ്മൾ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. താലികെട്ടൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് സദ്യ കഴിച്ചതും പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരുന്നതും ഒക്കെ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ്. എനിക്ക് ഇതിനിടയ്ക്കൊരു അബദ്ധം പറ്റി. കല്ലടയാറിൻ്റെ കുന്നത്തൂർ പാലത്തിൽ നിന്നുള്ള ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആക്റ്റീവായിട്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ബസ്സിൽ നമുക്ക് പകുതി വരെ പോകാൻ പറ്റുള്ളൂ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് വരെ ഉള്ളൂ ഈ ബസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നടന്നു പോകണം. എന്തായാലും അങ്ങോട്ട് നടക്കാൻ എനിക്കൊരാൾ കൂട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരിയുണ്ട് കൂടെ. ഗൈസ് അങ്ങനെ നമ്മൾ കിലോമീറ്ററുകളോളം പൊരിവെയിലത്തൂടെ നടന്ന് നമ്മളുടെ വീടിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അമ്മ എന്നെ വിളിച്ച് കുറേ വഴക്കൊക്കെ പറഞ്ഞു. ഓട്ടോ വിളിച്ചെങ്കിൽ പോരാൻ, എന്താ വെയിൽ കൊണ്ട് നടക്കണ്ടായിരുന്നല്ലോ. അപ്പം എൻ്റെ കയ്യിൽ കുടയൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ഇങ്ങനെ ഒരു വാശിപ്പുറത്തൊക്കെ ഇങ്ങ് പോരുന്നു. അതേ അവിടെയാണ് ആ കാണുന്നതാണ് നമ്മുടെ വീട്. വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നല്ല തണുത്ത വെള്ളത്തിൽ കാലും കൈയും മുഖമൊക്കെ ഒന്ന് കഴുകി ഫാനിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് നമ്മളൊന്ന് റിലാക്സ് ആയി. ഇതിനിടയ്ക്ക് അമ്മ ഗ്രാമസഭയ്ക്ക് പോയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ വീടിൻ്റെ മുൻവശത്തെ ആ ഒരു വ്യൂ. വെയിലത്ത് വയലൊന്ന് കത്തുന്ന പോലുണ്ട്. കുറച്ച് സമയം നമ്മൾ വിശ്രമിച്ച് വെയിലൊക്കെ ഒന്ന് താണു വന്നപ്പോൾ നമ്മൾ അപ്പുറത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് തീയരിക്കാൻ വേണ്ടി ഒരു സാധനം പറക്കാൻ വന്നേ. അതേ ഇത് കണ്ടോ, ഇതിന് റബ്ബർ തോക്ക എന്ന് പറയും. റബ്ബറിൻ്റെ അരി ഉണങ്ങി പൊട്ടിത്തെറിക്കുന്നതാണ്. തീയരിക്കാൻ ബെസ്റ്റാണ്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് പറക്കിക്കൊണ്ട് വീഡിയോ എടുക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച് നെറുകിലൊക്കെ വന്ന് വീഴും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചുകൊണ്ടേ നമുക്കിത് പറക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മയും ഞാനും കൂടെയാണ് ഇത് കളക്ട് ചെയ്തത്. കുട്ടിക്കാലത്ത് നമ്മളിത് പെറുക്കാൻ പോവുമായിരുന്നു. പെറുക്കി അമ്മയ്ക്ക് കൊണ്ടുവന്ന് തീയരിക്കാനായിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ റബ്ബർ തോക്കയൊക്കെ പെറുക്കി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇനി അല്പം ടീ ബ്രേക്കാണ്. മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും ചായയുമാണ് നമുക്ക് ടീ ബ്രേക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മെനു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അമ്മയും ഞാനിവിടെ കുറച്ച് സമയം കാര്യം പറഞ്ഞൊക്കെ ഇരുന്നു, ഗ്രാമസഭയുടെ കാര്യങ്ങളും ഒക്കെ. നമ്മുടെ ബന്ധിച്ചെടിയൊക്കെ നന്നായിട്ട് പൂത്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ സമയം നമ്മൾ തോട്ടിലെ ബഹളം കേട്ട് തോടിൻ്റെ സൈഡിലേക്ക് ചെന്നതാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ തോടിൻ്റെ സൈഡ് പക്ഷികളും അണ്ണാനും ഒക്കെ വന്ന് വളരെ സജീവമാകും. പിന്നെ ഭയങ്കര ബഹളമാണ് ഇവിടെ. ഇതിപ്പോൾ നമ്മുടെ കാക്കമ്മയും പിള്ളേരുമാണ്. കാക്കമ്മ പിള്ളേർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ബഹളമാണ് കേൾക്കുന്നത്. 2 കുഞ്ഞുങ്ങളുണ്ട്. കണ്ടിട്ട് നമുക്കത് കുഞ്ഞുങ്ങളായിട്ട് തോന്നുന്നില്ല, പക്ഷേ അവർ കുഞ്ഞുങ്ങളാണ്. ഭക്ഷണം കൊണ്ടുവന്ന് ആ വെള്ളത്തിൽ മുക്കിയിട്ട് കുഞ്ഞുങ്ങളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം കാക്കമ്മ വെള്ളത്തിലിറങ്ങി കുറച്ച് വെള്ളം കുടിച്ചു. വീണ്ടും വന്ന് ആ കൊമ്പിലിരുന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് വീണ്ടും പോവുകയാണ് ഭക്ഷണം തേടി. കിട്ടിയ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുത്തിട്ട് അമ്മയുടെ വിശപ്പ് മാറ്റാൻ അമ്മ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകുന്ന കാഴ്ചയാണിത്. എന്താ അല്ലേ, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന ഇതായിരിക്കും. നമ്മളുടെ കാപ്പിയൊക്കെ ദേ പൂത്തിട്ടുണ്ട്. ഇത് തോട്ടിൽ നിൽക്കുന്ന കാപ്പിയാണ്. അവിടെ മുറ്റത്തും കാപ്പി തൈ ഉണ്ട്, അതും പൂത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ലൊരു മണമുണ്ട്. കാപ്പിപ്പൂവിൻ്റെ മണം ഭയങ്കരമാണ്. നല്ല അടിപൊളി മണമാണ് ഇവിടെ. കനാലൊക്കെ തുറന്നു വിട്ടപ്പോഴത്തേക്കും നമ്മുടെ തോട്ടിൽ നല്ലപോലെ വെള്ളമായി വരുന്നുണ്ട്. കനാലിൻ്റെ ഉറവയാണ് നമ്മുടെ തോട്ടിൽ കൂടെ ഈ വരുന്ന വെള്ളം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ തോടിൻ്റെ സ്റ്റാർട്ടിങ്ങും അതേപോലെ കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി വരുന്ന ഭാഗങ്ങളും ഒക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വൈകിട്ട് നമുക്ക് കുറച്ചപ്പുറത്തുള്ള അമ്പലത്തിലൊന്ന് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് ക്ഷീണിച്ചു. അങ്ങനെ തോടിൻ്റെ കരയിൽ പക്ഷി നിരീക്ഷണമൊക്കെ ആയിട്ടിരുന്നപ്പം ദേ വരുന്നു ഒരാൾ കുളിക്കാൻ. എനിക്ക് ഇയാളുടെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ഈ പക്ഷിയുടെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു ഓറഞ്ച് നിറത്തിൽ ദേ ആ മരക്കൊമ്പിൽ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ വന്നൊന്ന് മുങ്ങിയിട്ട് പോകുന്നുണ്ട്. ആ കുഞ്ഞു ശരീരം നനയാൻ അത്രയൊക്കെ മതിയായിരിക്കും അല്ലേ.
തോടിൻ്റെ ഈ ഭാഗത്ത് അത്യാവശ്യം മരങ്ങളും തണലും ഒക്കെ ഉള്ളത് കൊണ്ടും അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാത്തത് കൊണ്ടും ആയിരിക്കണം പക്ഷികളെല്ലാം ഇവിടെ വന്നിട്ടാണ് കുളിക്കുന്നത്. ഇത് കണ്ടോ, ആ കാക്കമ്മ വെള്ളം കുടിക്കാനോ കുളിക്കാനോ മറ്റോ വന്നതാണ് തോട്ടിൽ. കൂടെ ഒരു 2-3 കരിയിലപ്പടയും വന്നിട്ടുണ്ട്. ഇവരിത് കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര അടിയായിരുന്നു. കാക്കമ്മ ഇവിടെ കുളിക്കാൻ വരുന്നത് കരിയിലപ്പടയ്ക്ക് ഇഷ്ടമല്ല. അന്ന് കാക്കമ്മ പോയി വേറെ 2-3 പേരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ നമ്മളതൊരു വിധത്തിൽ ഇടപെട്ട് സോൾവ് ചെയ്ത് വിട്ടതാണ്. ഇന്നതേ കാക്കമ്മ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് കാക്കമ്മയെ ഓടിക്കാനായിട്ട് കരിയിലപ്പട കൂടെ ഇറങ്ങി. കാക്കമ്മ പോയപ്പോൾ അതിൻ്റെ കൂടെ പോവുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ കിളി വന്ന് ഒന്നുകൂടെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞു കാപ്പിയാണ്. അന്ന് നമ്മൾ മുറ്റം വൃത്തിയാക്കിയപ്പോൾ ഇത് വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പൂത്ത് വരുന്നുണ്ട്. കുറേയൊക്കെ പൂവ് കരിഞ്ഞു പോയി. ഇനി ഇതങ്ങ് കാ പിടിക്കും. നമ്മളിവിടെ കാപ്പിക്കുരു എടുത്ത് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാറുണ്ട്. പറഞ്ഞിരുന്നപ്പോഴത്തേക്കും സൂര്യൻ പടിഞ്ഞാറ് ചാഞ്ഞു. ഒരു ദിവസം പോയ പോക്കേ. സൂര്യൻ നല്ല ചൊകചൊകാന്ന് ചുവന്ന ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഫോണിൽ കൂടെ വീഡിയോ എടുക്കുമ്പോൾ ആ ഭംഗിയൊന്നും അത്ര ഇതായിട്ട് കിട്ടത്തില്ല. എന്നിരുന്നാലും ഞാൻ എൻ്റെ പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ പകർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലുള്ളത്. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അല്ല, ഫോൺ ഓഫ് ചെയ്ത് പോകാൻ വരട്ടെ, വീഡിയോ തീർന്നില്ല, ഒരാളൂടെ വരാനുണ്ട്. നമ്മളുടെ പൂച്ചമ്മ ഇവിടെ വന്നിരിക്കുകയാണ് വൈകിട്ടലത്തെ പടി കിട്ടാൻ വേണ്ടിയിട്ട്. അവളിവിടുത്തെ നിത്യസന്ദർശകയാണ്. അപ്പോൾ അവളെയും കൂടെ ഉൾപ്പെടുത്താത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ഊഹിക്കാനേ പറ്റില്ല. അമ്മിണി എന്നാണ് ഇവളെ ഞാൻ വിളിക്കുന്നത്. പാലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ അവിടെ നിന്ന് പാല് കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.